ഹലോ ഓൾ വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിയോളജിയിലെ ഇ ജി ആൻഡ് സ്ലീപ്പ് ഈ ഒരു ടോപ്പിക് ഉണ്ട്, ഒരു ചാപ്റ്റർ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് പറയാൻ പോകുന്നത്. ആദ്യത്താണ് ഇ ജി വേവ്സ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അപ്പോൾ ഈ ഇ ജി വേവ്സ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഇൻ ടേംസ് ഓഫ് ദർ ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, ഈ ഇ ജി വേവ്സിൻ്റെ ആബ്സെൻസ് ബ്രെയിൻ ഡെത്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇ ജി വേവ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇൻറ്റു ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അക്കോർഡിംഗ് ടു ദിയർ ഫ്രീക്വൻസി. ആദ്യത്താണ് ആൽഫ റിതം. നമ്മൾ നോർമൽ അഡൽട്ട് അറ്റ് റെസ്റ്റ് സ്റ്റേജിൽ നോർമൽ അഡൽറ്റിന് നമ്മൾ നോക്കുവാണെങ്കിൽ മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഇ ജി റിതമാണ് ആൽഫ റിതം. ഓക്കെ, റെസ്റ്റ് ആയിരിക്കണം വിത്ത് ഐസ് ക്ലോസ്ഡ്. ഓക്കെ, ദറ്റ് ഈസ് എവേക്ക് ബട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഇ ജി വേവ്സ് എന്താണ്? ആൽഫ റിതം. ഇത് നമ്മൾ എവിടെ കാണുന്നത്? പോസ്റ്റീരിയർ ഹാഫ് ഓഫ് ദ ബ്രെയിനിൻ്റെ പോസ്റ്റീരിയർ ഹാഫിലാണ് കാണുന്നത്, എസ്പെഷ്യലി ഇൻ പരേറ്റോ ഓസിപിറ്റൽ റീജിയൻ. ഓക്കെ, ഇനി ഒരു ആൽഫ ബ്ലോക്ക് എന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ആൽഫ ബ്ലോക്ക് എന്ന് മാത്രമായിട്ടൊക്കെ ആയിരിക്കും ഷോർട്ട് നോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആൽഫ റിതമല്ലേ, നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു നോർമൽ അഡൽട്ട് റെസ്റ്റ് വിത്ത് ക്ലോസ്ഡ് ഐസിൽ നമ്മൾ കാണുന്ന പ്രൊമിനൻറ്റ് ഇ ജി ആണ് ആൽഫ റിതം. ഈ ആൽഫ റിതം ഡിസപ്പിയർ ആവും എപ്പോഴാണ്? അപ്പോൺ ഓപ്പണിംഗ് ഓഫ് ദ ഐസ്. ഓക്കെ, ഓ ദ സബ്ജക്ട് എൻഗേജിങ് ഇൻ മെൻ്റൽ എഫേർട്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഐസ് ക്ലോസ് ആയിട്ടുള്ള സമയത്താണ് ആൽഫ റിതം ഉള്ളത്. പേഴ്സൺ എപ്പോഴേലും ഐസ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ ആൽഫ റിതം പെട്ടെന്ന് ഡിസപ്പിയർ ആവും, അല്ലെങ്കിൽ വെൻ ദ സബ്ജക്ട് എൻഗേജിങ് ഇൻ മെൻ്റൽ എഫേർട്ട്. ഈ ഒരു ഫിനോമിനാണ് ആൽഫ ബ്ലോക്ക്, അല്ലെങ്കിൽ ഡീസിങ്ക്രണൈസേഷൻ, അല്ലെങ്കിൽ എറൗസൽ ഓർ അലേർട്ടിംഗ് റെസ്പോൺസ്. ആൽഫ റിതം കഴിഞ്ഞു. ഇനി ബീറ്റ റിതം. ഇറ്റ് ഈസ് സീൻ ഇൻ അഡൽട്ട് വെൻ ദ ഐസ് ആർ ഓപ്പൺ. ആൽഫ റിതം കാണുന്ന ഐസ് ക്ലോസ് ആയിരിക്കുമ്പോഴാണ്, ആൽഫ റിതം ഡിസപ്പിയർ ആവുന്ന ഐസ് ഓപ്പൺ ആകുമ്പോൾ. ബീറ്റ റിതം എപ്പോഴാണ് കാണുന്നത്? ഇൻ അഡൽട്ട് വെൻ ദ ഐസ് ആർ ഓപ്പൺ. ദീസ് വേവ്സ് അപ്പിയർ ഇൻ പോസ്റ്റീരിയർ റീജിയൻ. ഓക്കെ, ദെൻ തീറ്റ റിതം. ദിസ് ഈസ് സീൻ ഇൻ നോർമൽ ചിൽഡ്രൻ ഡ്യൂറിങ് മോഡറേറ്റ് സ്ലീപ്പ്. അപ്പം ചിൽഡ്രനിൽ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് മോഡറേറ്റ് സ്ലീപ്പിലൊക്കെ, അല്ലെങ്കിൽ ഇൻ അഡൽട്ട് വെൻ ദേ ആർ സിവിയർലി ഡിസപ്പോയിൻറ്റഡ് ഓർ ഡിപ്രസ്ഡ്. ലാസ്റ്റ് താണ് ഡെൽറ്റ റിതം. ഇറ്റ് ഒക്കേഴ്സ് നോർമലി ഡ്യൂറിങ് ഡീപ്പ് സ്ലീപ്പ്. ഇറ്റ്സ് അപ്പിയറൻസ് ഇൻ ആൻ അലേർട്ട് സ്റ്റേറ്റ് ഇൻ അഡൽട്ട് സജസ്റ്റ് സീരിയസ് ഓർഗാനിക് ബ്രെയിൻ ഡാമേജ്. ഓക്കെ, ഒരു ഡീപ്പ് സ്ലീപ്പിലാണ് ഈ ഡെൽറ്റ റിതം കാണുന്നത്. ഒരു അഡൽട്ടിൽ നമ്മൾ ഇത് കാണുവാണെങ്കിൽ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? സീരിയസ് ഓർഗാനിക് ബ്രെയിൻ ഡാമേജ്. അപ്പോൾ ആൽഫ റിതം, ബീറ്റ റിതം, ആൽഫ റിതത്തിന് റിലേറ്റഡ് ആൽഫ ബ്ലോക്ക് ഉണ്ട്, ബീറ്റ, തീറ്റ ആൻഡ് ഡെൽറ്റ റിതം. നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസിയുടെയും ആംപ്ലിറ്റ്യൂഡൊക്കെ ഒരു ബേസിസിലാണല്ലോ ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ബീറ്റ വേവിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ദെൻ ആൽഫ വേവ്, ദെൻ തീറ്റ വേവ് ആൻഡ് ലാസ്റ്റ് ഡെൽറ്റ വേവ്. ഡെൽറ്റ വേവിലാണ് ഫ്രീക്വൻസി ഏറ്റവും കുറവ്, ബീറ്റ വേവിലാണ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ. വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഒന്ന് ഓർക്കാവുന്നതാണ്. ഓക്കെ, ദെൻ സ്ലോ വേവ് സ്ലീപ്പ് അല്ലെങ്കിൽ നോൺ REM സ്ലീപ്പ്, അതൊരു വേറൊരു ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മെയിനായിട്ട് അതിൻ്റെ സ്റ്റേജസ് ചോദിച്ചിട്ടുള്ളത് 4 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേജ് 1 ഇതെന്താണ്? ദ സബ്ജക്ട് ബിക്കംസ് ഡ്രൗസി. ഓക്കെ, ഒരു പേഴ്സൺ എടുക്കുക, ആ പേഴ്സൺ ഡ്രൗസി ആയിട്ടുണ്ട്. ഈസി ബീറ്റിൽ നിന്ന് ആൽഫയിലോട്ടായി. ഡ്രൗസി എന്നൊക്കെ പറയുമ്പോൾ പതിയെ കണ്ണൊക്കെ അടയുമല്ലോ, അപ്പം ബീറ്റിൽ നിന്ന് ആൽഫ റിതത്തിലേക്ക് ആയിട്ടുണ്ട്. സ്റ്റേജ് 2 എന്ന് പറയുമ്പം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇ ജി വേവ്സ് ഇൻക്രീസസ്. ഓക്കെ, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് നല്ലോണം കൂടിയിട്ടുണ്ട്. ഈ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ പ്രത്യേകതയുണ്ട്, ഒരു ഹോൾ മാർക്ക് നമുക്ക് കാണാൻ പറ്റും. 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സ്ലീപ്പ് സ്പിൻഡിൽസും കാണാം, കെ കോംപ്ലക്സസും കാണാം. സ്റ്റേജ് 2 കാണുന്നൊരു പ്രത്യേകതയാണ്. അപ്പോൾ സ്റ്റേജ് 2 ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ഭയങ്കര കൂടുതലാണെന്ന് പറയാം, അതുപോലെ സ്ലീപ്പ് സ്പിൻഡിൽസും കെ കോംപ്ലക്സസും കാണാം. കെ കോംപ്ലക്സസ് എന്ന് പറയുമ്പോൾ ഹൈ ആംപ്ലിറ്റ്യൂഡ് വേവ്സ് ആണ്. സ്ലീപ്പ് സ്പിൻഡിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആൽഫ ലൈക്ക് വേവ്സ് ആണ്. ഓക്കെ, ദെൻ സ്റ്റേജ് 3 അതൊരു മോഡറേറ്റ്ലി ഡീപ്പ് സ്ലീപ്പാണ്. ഇവിടെ ലോ ഫ്രീക്വൻസി ഹയർ ആംപ്ലിറ്റ്യൂഡ്. ഓൾറെഡി സ്റ്റേജ് 2 നല്ല ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റേജ് 3 ഫ്രീക്വൻസി കുറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് കുറച്ചുകൂടെ കൂടി. സ്റ്റേജ് 4 ഇതെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്റ്റേജ് ഓഫ് ഡീപ്പ് സ്ലീപ്പാണ് വിത്ത് ഡെൽറ്റ റിതം. ഓക്കെ, ഡെൽറ്റ റിതമാണ് നമ്മൾ പറഞ്ഞു. ഡെൽറ്റ റിതത്തിൽ ഡീപ്പ് സ്ലീപ്പ് അല്ലേ, ഒരു അഡൽട്ട് സ്റ്റേറ്റിൽ നമുക്ക് കാണുന്നെങ്കിൽ എന്താ സജസ്റ്റ് ചെയ്യുന്നത്? ഒരു ബ്രെയിൻ ഡാമേജ് ആയിരുന്നല്ലോ, സീരിയസ് ബ്രെയിൻ ഡാമേജ് നമ്മൾ സജസ്റ്റ് ചെയ്യും. നമ്മളോട് പഠിച്ചല്ലോ ഡെൽറ്റ റിതത്തിൽ അല്ലേ. അതാണ് 4th സ്റ്റേജിലുള്ള ആ പേഴ്സൺ ഡീപ്പ് സ്ലീപ്പ് ആകും വിത്ത് ഡെൽറ്റ റിതം. ആൻഡ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു വേക്ക് അപ്പ് ദ സബ്ജക്റ്റ്. നമ്മൾ നോൺ REM സ്ലീപ്പിനെ പറ്റി പഠിച്ചു. ഇനി REM സ്ലീപ്പ്. ഈ REM എന്താ? റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഓക്കെ, ഈ REM സ്ലീപ്പിന് വേറൊരു പേരാണ് പാരഡോക്സിക്കൽ സ്ലീപ്പ്. ചിലപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പാരഡോക്സിക്കൽ സ്ലീപ്പ് മെയിനായിട്ട് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ആൻഡ്
റാപ്പിഡ് ആൻഡ് റോളിംഗ് ഐ മൂവ്മെൻറ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുണ്ട്. മെയിനായിട്ട് റാപ്പിഡ് ആൻഡ് റോവിങ് അല്ല, മൂവിങ്. ഓക്കെ, അപ്പം നല്ല റാപ്പിഡ് മൂവ്, അതുകൊണ്ടാണ് REM സ്ലീപ്പ് എന്ന് പേര് വന്നേക്കുന്നത്. ഓക്കെ, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, റാപ്പിഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണാം. അതാണ് ആദ്യത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചറോ ഫാസ്റ്റ് ബീറ്റാ റിതം. ഓക്കെ, EEG പാറ്റേൺസ് ഷോ ഫാസ്റ്റ് ബീറ്റാ റിതം. ഹൈ ഫ്രീക്വൻസി ആയിരിക്കുമല്ലോ ബീറ്റാ റിതത്തിന്, നമ്മൾ പഠിച്ചതല്ലേ. ആൻഡ് ഡിഫിക്കൽറ്റി ടു അറൗസ് ദ ഇൻഡിവിജ്വൽ ഫ്രം സ്ലീപ്പ്. തേർഡ് ഫീച്ചറാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് അപ്പിയറൻസ് ഓഫ് PGO സ്പൈക്സ് ഇൻ EEG. എന്താണ് PGO? പോണ്ടോജെനിക്കുലോ ഓസ്പിറ്റൽ സ്പൈക്സ്. ഓക്കെ, PGO സ്പൈക്സ്, പോണ്ടോജെനിക്കുലോ ഓസ്പിറ്റൽ സ്പൈക്ക്. ദീസ് ആർ ഫേസിക് പൊട്ടൻഷ്യൽ ദറ്റ് ഒറിജിനേറ്റ് ഇൻ പോൺസ്. അതുകൊണ്ടാണ് പോണ്ടോ എന്ന് പേര് വന്നത്. അതൊരു ഫേസിക് പൊട്ടൻഷ്യലാണ്, പോൺസിലാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ത്രൂ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി ട്രാവൽ ടു ഓസ്പിറ്റൽ കോർട്ടെക്സ്. ഓക്കെ, സോ പോണ്ടോ ആയി, ജെനിക്കുലോ ആയി, ഹോസ്പിറ്റലും ആയി. അതാണ് അതൊരു നമ്മുടെ REM സ്ലീപ്പിൻ്റെ ഒരു വലിയ ഫീച്ചറാണ്. ഡ്രീം ഈസ് ഈസിലി റിമെമ്പേർഡ് ഇൻ ദിസ് സ്റ്റേജ്. ഓക്കെ, അതുകൊണ്ട് ഈ REM സ്ലീപ്പിനെ നമ്മൾ ഡ്രീം സ്ലീപ്പ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഡ്രീം പെട്ടെന്ന് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യാൻ പറ്റും. ഇവിടെ സിമ്പത്തറ്റിക് സിസ്റ്റം നല്ലോണം സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട്, ഹാർട്ട് റേറ്റ് BP ഒക്കെ കൂടുന്നുണ്ട്, റെസ്പിറേഷൻ റാപ്പിഡ് ആയിരിക്കും. ഇറക്ഷൻ REM സ്ലീപ്പിൽ നടക്കില്ല. നമ്മൾ മെയിൽസിൽ പെനിസിൻ്റെ ഇറക്ഷൻ ഉണ്ടല്ലോ, ഇറക്ഷൻ REM സ്ലീപ്പിൽ നടക്കില്ല. അതുപോലെ ഇവിടുത്തെ മസിൽ ടോൺ എന്താണ്? പ്രൊഫൗണ്ട്ലി ഡിപ്രസ്ഡ് ആണ്, ദാറ്റ് ഈസ് ഹൈപ്പോട്ടോണിയ. അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് പാരഡോക്സിക്കൽ സ്ലീപ്പ്. മെയിനായിട്ട് ആ PGO സ്പൈക്സ് ഒന്ന് ഓർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്, ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പം ടെക്സ്റ്റിൽ നോക്കുമ്പോൾ കുറച്ചധികം ഉണ്ടല്ലോ. അപ്പം മെയിനായിട്ട് ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് പഠിക്കാം. അത്രയേ ഉള്ളൂ. താങ്ക് യു.